നമസ്കാരം, കേസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് നിന്ന് തട്ടിക്കൊണ്ടുപോയ വയനാട് പടിഞ്ഞാത്താറ സ്വദേശിയായ യുവാവിനെ കണ്ടെത്തി. തട്ടിക്കൊണ്ടുപോയ 4 അംഗ സംഘത്തെയും സഹായങ്ങൾ നൽകിയ 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നടക്കാവ് സെയിൽ ടാക്സ് ഓഫീസിന് സമീപമുള്ള ജവഹർ നഗർ കോളനിയിൽ വെച്ച് പുലർച്ചെയാണ് തട്ടിക്കൊണ്ടുപോകൽ നടന്നത്. ജവഹർ നഗർ കോളനിയിലെ വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം നടത്തിയിരുന്നു. തട്ടിക്കൊണ്ടുപോയ സംഘം മർദ്ദിച്ചിരുന്നതായി യുവാവ് പോലീസിനോട് പറഞ്ഞു. വയനാട് മാനന്തവാടിയിൽ വയോധിക സ്വയം വെട്ടിമരിച്ചു. പയ്യമ്പള്ളിയിൽ പൂവത്തിങ്കൽ മേരിയാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് സംഭവം പുറത്തറിയുന്നത്. ഭർത്താവ് ചാക്കോ പള്ളിയിൽ പോയി തിരികെ വന്നപ്പോൾ വീടിന്റെ ഇരുവാതിലുകളും പൂട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു. ഏറെ നേരം വിളിച്ചിട്ടും പ്രതികരണം ഇല്ലാതായിരുന്നപ്പോൾ ചാക്കോ അയൽവാസികളെ വിളിച്ച് പിൻവാതിലിലൂടെ അകത്ത് കയറിയപ്പോഴാണ് മേരി ഇടത് കൈയും കാലും സ്വയം വെട്ടിമുറിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത്. ബംഗ്ലാദേശി യുവാവ് വ്യാജ ആധാർ കാർഡുമായി തിരുവനന്തപുരത്ത് പിടിയിൽ. പ്രണോയ് റോയാണ് പേട്ട പോലീസിന്റെ പിടിയിലായത്. ബ്രഹ്മോസ് എയ്റോസ്പേസിന് സമീപം നിർമ്മാണ പ്രവൃത്തിയുടെ കരാറെടുത്തയാളുടെ ജോലിക്കാരിലൊരാളായി എത്തിയതായിരുന്നു ഇയാൾ. കൂട്ടത്തിലുണ്ടായിരുന്നവർ ഇയാൾ ഇന്ത്യൻ പൗരനല്ലെന്ന് തിരിച്ചറിഞ്ഞ് വിവരം സെക്യൂരിറ്റി ജീവനക്കാരെയും പിന്നീട് പോലീസിനെയും അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ പക്കൽ നിന്നും ബംഗ്ലാദേശ് പാസ്പോർട്ടും വ്യാജ ഇന്ത്യൻ ആധാർ കാർഡും കണ്ടെത്തി. ഇതിന് പിന്നാലെ ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് 31-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കോഴിക്കോട് ജില്ലയിൽ 3.15 കിലോമീറ്ററും വയനാട് ജില്ലയിൽ 5.58 കിലോമീറ്റർ നീളത്തിലുമുള്ള തുരങ്കപാത കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിലൊന്നാണ്. മലപ്പുഴ മുതൽ മീനാക്ഷി പാലം വരെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 8.73 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാതയുടെ 8.11 കിലോമീറ്റർ ദൂരം ഇരട്ട തുരങ്കങ്ങളാണ്. പദ്ധതിയിൽ ഇരുവഴിഞ്ഞി പുഴയ്ക്ക് കുറുകെ 2 പ്രധാന പാലങ്ങളും മറ്റു 3 ചെറുപാലങ്ങളും ഉൾപ്പെടും. 6 വളവുകളുള്ള റൂട്ടിൽ ഓരോ 300 മീറ്ററിലും ഇരട്ട തുരങ്കങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയും ഉണ്ടാവും. തൃശൂരിലെ ലുലുമോൾ പദ്ധതി ഭൂമി തരം മാറ്റിയ RTOയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഭൂമി തരം മാറ്റാനുള്ള ലുലു ഗ്രൂപ്പിന്റെ അപേക്ഷ വീണ്ടും പരിഗണിക്കാൻ നിർദ്ദേശം. വിഷയത്തിൽ 4 മാസത്തിനകം RTO തീരുമാനമെടുക്കണം. കൃഷി ഓഫീസറുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കണമെന്നും ജസ്റ്റിസ് വിജു എബ്രഹാം. അതേസമയം തൃശൂരിൽ ലുലുമോൾ വൈകുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ കാരണമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി പറഞ്ഞു. യുവതിയിൽ നിന്ന് സ്വർണവും പണവും തട്ടിയെടുത്ത കേസിൽ ബധിരരും മൂകരുമായ 2 പേർ അറസ്റ്റിൽ. ചമ്രവട്ടം സ്വദേശി അരപ്പേൽ വീട്ടിൽ മുഹമ്മദ് റാഷിദ്, ചാലിശ്ശേരി ആലിക്കര സ്വദേശി മേലേത്തലയ്ക്കൽ ബാസിൽ എന്നിവരാണ് ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായത്. കേൾവിയും സംസാരശേഷിയും ഇല്ലാത്ത ഇവർ തങ്ങളുടെ അവസ്ഥ മറയാക്കി യുവതിയിൽ നിന്ന് 6 പവൻ ആഭരണങ്ങളും 52,000 രൂപയും തട്ടിയെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. ജസ്റ്റിസ് വിപുൽ M പഞ്ചോലി സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേറ്റു. കോളീജിയം അംഗം ജസ്റ്റിസ് BV നാഗരത്നയുടെ എതിർപ്പ് മറികടന്നാണ് ജസ്റ്റിസ് പഞ്ചോലിയെ നിയമിച്ചത്. ബോംബെ ഹൈക്കോടതി ജഡ്ജി അലോക് ആരാധയെയും സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് BR ഗവായ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജസ്റ്റിസ് BV നാഗരത്നയുടെ വിയോജിപ്പിനെക്കുറിച്ച് പരസ്യപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അഭയ് ഓക്ക ആവശ്യപ്പെട്ടത് വിവാദത്തിന് തീ കൊളുത്തിയിരുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.